ഈ കപ്പ നട്ട തടത്തിൽ കൂടി ഓരോ പയർ ഇട്ട് കൊടുത്തതാണ്. സാമാന്യം നല്ല വിളവാണ് ഇത്. ഈ മണ്ണിൽ നൈട്രേൻ്റെ കണ്ടൻറ്റ് കൂടാനും അത്യാവശ്യം ഈ കപ്പയ്ക്ക് ഉള്ള ചിലവ് പൈസ ഇത് കിട്ടാനും ഇപ്പം നല്ല വിളവാണ്. ഇപ്പോൾ ചില ഭാഗത്ത് കപ്പേനേക്കാൾ കൂടുതൽ കപ്പേനേക്കാൾ കൂടുതൽ പയർ അറുത്തെടുക്കാം. ഇനിയിപ്പോൾ അത് ഒരു വിളവ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പയർ പറിച്ച് നമ്മൾ ഈ കപ്പയുടെ ചുവട്ടിലേക്ക് തന്നെ എടുക്കുക. അപ്പം ഈ മണ്ണിൽ നൈട്രേൻ്റെ കണ്ടൻറ്റും കൂടും, കപ്പയ്ക്ക് ആവശ്യമുള്ള വളമാവും, നമുക്ക് കറിക്ക് ആവശ്യമുള്ള പയറും ആവും. ഇതിപ്പോൾ ഇത്രയും മഴയായിരുന്നിട്ട് കൂടി ഇപ്പം സാമാന്യം നല്ല വിളവുണ്ട്. ഇങ്ങേ ഭാഗത്തൊക്കെ പയർ ആയി വരുന്നുള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ പറിച്ച് കൂട്ടാനുള്ള ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് കറി വെക്കാൻ വാങ്ങിക്കുന്ന പയർ കൊണ്ട് കുത്തിയിട്ടാലും ഇങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് പറിച്ച് കഴിഞ്ഞിട്ട് കപ്പ കുറച്ചിട്ട് വളർന്നു കഴിയുമ്പോൾ ഒരു ട്രിപ്പോടെ പയർ ഇതിനകത്ത് ഇടാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വലിയൊരു മുതൽ മുടക്കില്ലാതെ എടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇത് മുഴുവനും എടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. മൂത്ത് വരുമ്പോൾ ഒറ്റയടിക്ക് ഇത് മൂക്കും, പിന്നെ ഇത് പറിച്ച് ഉണങ്ങുമോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യാനേ പറ്റുള്ളൂ. എന്തായാലും ഇതാർക്കും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അതെങ്കിലും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കപ്പയ്ക്ക് ഞാൻ ഒരു കപ്പയുടെ ചുവട്ടിലൊരു 4 ചൂട് വീതം. അപ്പോൾ ഇതൊക്കെ അറിയാം, നല്ല രീതിയിലുള്ള വിളവാണ്. ഒരു 1-2 പ്രാവശ്യം ഇതിങ്ങനെ കായ്ക്കും. അത് കഴിയുമ്പോഴത്തേക്കും പറിച്ച് നമ്മളതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ എടുക്കും. അതാണ് അതിൻ്റെ ഒരു കൂട്ടുകൃഷി എന്ന് പറയുമ്പോൾ ചിലവ് പൈസ ഇതിനകത്ത് കിട്ടും. ഇതിനു വേണ്ടി മുടക്കുന്ന ഒരു പൈസ പോരാത്തിന് വളത്തിൻ്റെ കണ്ടൻറ്റ് കൂടും, ബാക്കിയുള്ള വെള്ള മുളയ്ക്കാതിരിക്കും. അതായത് ഈ പുല്ല് ഒക്കെ അധികം മുളയ്ക്കാതിരിക്കും. പയർ കയറിയ ഒരുപാട് ആർത്ത് ഭാഗം നോക്കിയാൽ മതി. അതാദ്യം കൂമ്പെടുക്കുമ്പോൾ പോലെ പറിക്കാം, കറി വെക്കാം. അത് കഴിഞ്ഞ് പയറായി കഴിഞ്ഞ് പയറെടുക്കാം. എന്തായാലും നല്ല സംരംഭമാണ് എന്നെനിക്ക് തോന്നുന്നു. ചെറുകിട ആളുകൾക്കും 2-3 കപ്പയുള്ളവർക്കും കൂട്ടത്തിൽ 1-2 പയർ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കയറിയേക്കായാലും പയർ നല്ല രീതിയിൽ കിട്ടും. ഒരു നല്ല കാര്യമാണ്. മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ. ഇവിടമാണിതിഹാസരൂപിയാം ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണിതിഹാസരൂപിയാം ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഓ ഓ ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ. കതിരിടും ഇവിടമാണദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം. കതിരിടും ഇവിടമാണദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം. പുരുഷാന്തരങ്ങളെ ഇവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമദീപം. ഓ ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ.
പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ